ദേവേട്ടാ, പട്ടിണിയായെന്നും പറഞ്ഞ് അമ്മ അവിടെ എന്തെങ്കിലും അതിക്രമം കാണിച്ചാ അതിനുത്തരം പറയേണ്ടി വരുന്നത് നമ്മളാ. എന്ത് കാണിക്കാനാ? ഓടി വന്നാൽ ഒരു ആത്മഹത്യാ ശ്രമം നടത്തുമായിരിക്കും. അതിന് മടിക്കില്ല. പക്ഷെ അങ്ങനെ കേട്ടാ പോലും ഒന്ന് പോയി നോക്കണമെന്ന് എനിക്കില്ല. അടുത്തു വെറുപ്പിച്ചു. ആളുകൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ദേവനാരായണ തിരുമേനിയുടെ അമ്മയ്ക്ക് ഇതൊക്കെ എങ്ങനെയാവുന്ന? ആ ചോദ്യം ഞാൻ എന്നോടും ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ഉത്തരവില്ല. അമ്മയ്ക്ക് രാധികയോട് വൈരാഗ്യമുള്ളത് കുഞ്ഞിലേ നമുക്കറിയാം. പക്ഷേ ഈ സമ്പത്തിനോടും സൗഭാഗ്യത്തോടുള്ള ഈ ആർത്തി അതെവിടുന്നാ വന്നത്? എല്ലാം പ്രിയങ്കയ്ക്ക് വേണ്ടിയാണെന്ന് അമ്മ പറയുന്നുണ്ട്. പക്ഷേ സത്യത്തിൽ ഈ ആഗ്രഹങ്ങളൊക്കെ അമ്മയുടേതല്ലേ? അമ്മ നോക്കുമ്പോ മകൻ എന്താ ഉള്ളത്? ദിവസവും പറയുന്ന അരപ്പട്ടിനിയുടെ കണക്ക് മാത്രം. അതിനപ്പുറത്ത് നിറമുള്ളൊരു ലോകമുണ്ടെന്ന് പറഞ്ഞു കൊടുക്കാൻ പ്രിയങ്കയ്ക്ക് കഴിഞ്ഞു. അമ്മ അതുവഴി പോയി. എന്തായാലും ഈ വിഷയത്തിൽ നമ്മൾ വിളിക്കുന്നില്ല. അമ്മയോടൊന്നല്ല, കടിമ്പങ്ങൾക്ക് ആരോടും സംസാരിക്കുന്നില്ല. കൊള്ളാടി മോളെ. ഭർത്താവും ഭർത്താവിന്റെ ഏട്ടനും പിന്നെ എന്തിനും പോന്ന ഒരു അമ്മുമ്മയും കൂടെ നിൽക്കുമ്പോഴേ കുറച്ച് അഹങ്കരിക്കാം. പക്ഷേ പറഞ്ഞ വാക്കുകളുടെയൊക്കെ അടിയിലേ പൊന്നുമോളൊരു വര അങ്ങിട്ട് വെച്ചു. എനിക്കത് തിരിച്ച് ചോദിക്കേണ്ടി വരും. വാടി വാ. സത്യം പറഞ്ഞ ആദ്യം ഇവരുടെ നാക്കാ വീഴ്ത്തിരിക്കണം. എങ്ങനെ മുത്തശ്ശി ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പറ്റണേ? ഇവര് മുമ്പേ ഇങ്ങനെ തന്നെയാണോ രാധികെ? എന്റെ പൊന്നു ചേട്ടാ, ആറ്റുശേരിയിൽ കൂടുതൽ സംസാരിക്കാറുണ്ട്. പക്ഷെ ഇങ്ങനെയൊന്നും സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല. ഇതിപ്പോ പ്രിയങ്കയുടെ കാര്യം നടന്നതിന് ശേഷം ഇത്രയ്ക്ക് ദുഷ്ടതരം മുത്തശ്ശിക്ക്. ഓ, അതൊന്നും പറയണ്ട. അവര് ജന്മന എങ്ങനെ തന്നെയാ. അച്ഛനോടും അമ്മയോടും തന്നെ കൊണ്ടുപോയി ഏതെങ്കിലും തെരുവി കളയാൻ പറഞ്ഞ സ്ത്രീയല്ലേ. അവരിൽ നിന്ന് ഇത്രയൊക്കെ പ്രതീക്ഷ മതി. അല്ല, ഈ പ്രിയങ്കയ്ക്ക് ബുദ്ധിക്ക് എന്തോ കുഴപ്പമുണ്ടെന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? എന്നിട്ട് പ്രിയങ്ക നിന്നിരുന്ന അങ്ങനല്ലല്ലോ. അഭിനയിക്കല്ലേടാ, അഭിനയിച്ച തകർക്കല്ലേ. പിന്നെ അങ്ങനെ നിന്നല്ലേ പറ്റൂ. അല്ല, അവക്ക് ബുദ്ധിക്ക് കുഴപ്പമൊന്നുമില്ലെങ്കിൽ അച്ഛന്റെ അമ്മയുടെ മുമ്പിൽ അതങ്ങ് പറഞ്ഞൂടെ? അത് മതിയല്ലോ അവളെ ഇവിടുന്ന് പുറത്താക്കാൻ. അച്ഛനോടും അമ്മയോടും മാത്രമല്ല, നാട്ടുകാരോട് മുഴുവൻ പറയണം. അതിന് കൃത്യമായിട്ടുള്ള തെളിവുകൾ നമ്മുടെ കയ്യിലുണ്ടാവണം. ഇപ്പൊ ഏട്ടന്റെ മുമ്പിൽ നിന്ന പോലെ മറ്റുള്ളവരുടെ മുമ്പിൽ അവള് നിൽക്കില്ലേ? അപ്പൊ അവര് വിശ്വസിക്കില്ലേ? നമുക്ക് തെളിവ് കിട്ടും ഏട്ടാ, കൃത്യമായിട്ടുള്ള തെളിവ് കിട്ടും. അതിനധികം വൈകില്ലേ? നമുക്കൊരു പണി തന്നിട്ട് എല്ലാവരും കൂടി ആഘോഷിക്കാം. ഇതങ്ങനെ വെറുതെ വിട്ടാ ശരിയാവില്ല. മുത്തശ്ശി, നമുക്ക് തിരിച്ചൊരു പണി കൊടുത്താലോ? എന്ത് വെച്ച് പണി കൊടുക്കാനാ? വിശന്ന് വലഞ്ഞിട്ടാണെങ്കിൽ ബുദ്ധി നേരെ നിൽക്കുന്നില്ല. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വളഞ്ഞ വഴി കണ്ടുപിടിക്കായിരുന്നു. മുത്തശ്ശി ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമുക്ക് ഈ കുളം ഒന്ന് കലക്കാം. നീ കാര്യം എന്താണെന്ന് വെച്ചാ പറ. മുത്തശ്ശി, ഒരാളെ പട്ടിണിക്കിടുന്നത് കുറ്റകരമാ. അതിപ്പോ എന്ത് വൈരാഗ്യത്തിന്റെ പേരിലായാലും ശരി, നിയമം അതിന്റെ കൂടെ നിൽക്കില്ല. നമ്മളെ ഇവിടെ കൊണ്ടുവന്നാക്കിയത് ആരാ? പോലീസുകാര്. അതിനവർ അനുമതി വാങ്ങിച്ചത് എവിടുന്നാ? വനിതാ കമ്മീഷനിന്ന്. നമ്മള് ബഹളം വെച്ചപ്പോഴൊക്കെ നമ്മളെ സഹായിക്കാൻ വന്നത് ആരാ? ഈ റെസിഡൻസ് അസോസിയേഷൻകാര്. ഇപ്പൊ നമ്മള് പട്ടിണിയാണെന്ന് ഇവരെയൊക്കെ നമുക്ക് അറിയിച്ചാലോ? പിന്നെ വരുന്ന ചോദ്യങ്ങൾക്കൊക്കെ ഇവിടെയുള്ളവര് സമാധാനം പറയേണ്ടി വരില്ലേ? അത് കൊള്ളാലോടി മോളെ. ഓ, അതെന്റെ തലയിൽ പോയില്ല. നീ പറഞ്ഞത് ശരിയാ.
അസോസിയേഷന്റെ വാർഷികമോ പ്രോഗ്രാമോ അങ്ങനെ എന്തെങ്കിലും ആയിട്ടുണ്ടോ? സാറിനെ ഒന്ന് വിളിക്കൂ. പറയാം, സാറ് വരട്ടെ. മോളെ അച്ഛനെ ഒന്ന് വിളിക്ക. ആ നീല ഷർട്ട് ഇട്ടിരിക്കുന്ന ആളില്ലേ, അയാൾ ആ വക്കീല് CI സാറേ. അയാളെ ആ കാര്യങ്ങൾ പറഞ്ഞു ഏൽപ്പിച്ചിരിക്കുന്നേ. വരുണില്ലാത്തപ്പോ വന്നാ മതിയായിരുന്നു അല്ലേ മുത്തശ്ശി? എല്ലാവരും ഇരിക്കട്ടടി, കാഴ്ച കാണാൻ ഒരു രസമല്ലേ. സുഖമായിട്ടിരിക്കുന്നു എല്ലാവരും? അതെ, കുഴപ്പമില്ല. ആ ഗുഡ് മോർണിംഗ്. എന്താ എല്ലാവരും? ഗുഡ് മോർണിംഗ് സാർ. ഇരിക്കെ. എന്താ വിശേഷിച്ച്? ആ, ജയഭാരതി മാഡം. ഞാനിവിടെ ഉണ്ട് വക്കീലെ. എന്താന്ന് വെച്ചാ പറഞ്ഞോളൂ. അസോസിയേഷനിൽ ഒരു പരാതി കിട്ടിയിട്ടുണ്ട്. പരാതി ഈ വീട്ടിനകത്തും തന്നെയാണ്. പരാതി ഞങ്ങൾക്ക് മാത്രമല്ല, പോലീസ് സ്റ്റേഷനിലേക്കും വനിതാ കമ്മീഷനിലേക്കും പോയിട്ടുണ്ട്. ആരുടെ പരാതി? എന്താ പരാതിയുടെ കാരണം എന്താ? മുൻപ് ഇവിടെ ഗേറ്റിൽ നിന്ന് സമരം ചെയ്ത രണ്ടുപേരുണ്ടല്ലോ, ആറ്റുവാശ്ശേരിയിലെ സുകുമാരിയും വരുണിന്റെ ആദ്യ ഭാര്യ പ്രിയങ്കയും. അവരെ നിങ്ങൾ വീട്ടുതടങ്കലിൽ പട്ടിണി കിട്ടിരിക്കുകയാണോ?